വയോജന വകുപ്പ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഒരു വയോജന വകുപ്പ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഓർമ്മക്കുറവുള്ള, നടക്കാൻ സാധിക്കാത്ത ഒരാളെ വയോജന കമ്മീഷൻ്റെ അധ്യക്ഷനാക്കും എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു UDF തരംഗത്തിൽ കയറി പോകുന്നതാണ്, അല്ലാണ്ട് അവരുടെ പാർട്ടിയുടെ ശക്തി കൊണ്ട് കയറി പോകുന്നതല്ല. നമ്മളിപ്പോഴും അതിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ പാർട്ടിയുടെ ശക്തി കൊണ്ടൊന്നും കയറി പോകുന്നേക്കുന്നല്ല. അപ്പോൾ അതിനനുസരിച്ച് ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ളൊരു കാൽക്കുലേഷൻ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. VS അച്യുതാനന്ദനും PJ ജോസഫ് സാറും ഒക്കെ ഒരേ രീതിയിൽ അളക്കാൻ വേണ്ടി സാധിക്കുമോ? അത് കൂടാതെ തന്നെ അദ്ദേഹം അവസാന നാളുകളിൽ എനിക്കൊന്ന് രാജിവെച്ചോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ പറഞ്ഞ PV അൻവർ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് UDF സർക്കാരിനെ വിമർശിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും. അദ്ദേഹം എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ സ്വീകരിക്കുമോ ഇതൊന്നും നമുക്കറിഞ്ഞുകൂടാ. അതോ രാജ്യസഭയിലേക്കുള്ളൊരു സീറ്റായിരിക്കുമോ അദ്ദേഹം ആവശ്യപ്പെടാൻ വേണ്ടി പോകുന്നത്? അർഹനാണ് അദ്ദേഹം. നമസ്കാരം. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. PJ ജോസഫിന് ഒരു ക്യാബിനറ്റ് റാങ്ക് വേണം എന്ന് പാർട്ടി UDFനോട് ആവശ്യപ്പെട്ടു എന്ന വാർത്തകളാണ് വരുന്നത്. പുതുതായി രൂപീകരിച്ച വയോജന കമ്മീഷൻ ചെയർമാൻ സ്ഥാനമാണ് അവരാവശ്യപ്പെടുന്നത്. ഇതേ ആവശ്യം ഇപ്പോൾ പോസ്റ്റ് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒരു ക്യാബിനറ്റ് റാങ്ക് വേണം എന്നൊരാവശ്യം നേരത്തെ തന്നെ ജോസഫ് ഗ്രൂപ്പിനുണ്ട്. നമുക്കറിയാം PJ ജോസഫ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരിക്കൽ റിട്ടയറായി എന്ന് പറഞ്ഞ ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ വീണ്ടും ഭരണം കിട്ടിയപ്പം MLA-മാരൊരു എണ്ണം കാണിച്ചിട്ടാണ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഈ ഒരു അവകാശവാദം. പക്ഷേ എത്രത്തോളം ഈ ഒരു വാദം കോൺഗ്രസ് അംഗീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുപോലെ തന്നെ ഇതിലെന്തെങ്കിലും ഒരു ന്യായമുണ്ടോ? ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ വയോജന കമ്മീഷൻ്റെ കാലാവധി 2 വർഷം കൂടിയുണ്ട്. ഈ വയോജന കമ്മീഷനെ പിരിച്ചുവിടാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം അത് നിയമസഭയ്ക്കകത്ത് ഓർഡിനൻസ് കൊണ്ടുവരികയും അങ്ങനത്തെ ഒരുപാട് നിയമവശങ്ങൾ ഇതിനകത്തുണ്ട്. അതിനൊക്കെ അപ്പുറത്തായിട്ട് വയോജന വകുപ്പിൻ്റെ ചെയർമാനാകുന്ന ആളെ സംബന്ധിച്ചിട്ട് അയാളൊരു അഡ്വക്കറ്റ് ആയിരിക്കണം എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അപ്പോൾ മോൻസ് ജോസഫിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ അദ്ദേഹം ആണ് ഈ UDFൽ നിരന്തരമായിട്ട് ഈ വയോജന കമ്മീഷൻ തന്നെ ഞങ്ങൾക്ക് വേണം എന്നുള്ളൊരു പിടിവാശി പിടിക്കുന്നത്. അപ്പോഴും അതിനകത്ത് ഈ അഡ്വക്കറ്റ് ആയിരിക്കണം എന്നുള്ള ഒരു പോയിൻ്റുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. അതോ ഇനി മനസ്സിലാക്കിയതിന് ശേഷവും അദ്ദേഹം ഇത് മറ്റാരെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ട് മറ്റാർക്കെങ്കിലും ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് വയോജന കമ്മീഷൻ ഇങ്ങനെ നിങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങൾ തന്നിരിക്കുന്നു എന്ന് UDF പറയുകയാണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെ ആ സമയത്തപ്പോൾ ഈ ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ട്, അതായത് അഡ്വക്കേറ്റ് അല്ല PJ ജോസഫ് സാർ എന്നുള്ളൊരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ മറ്റാരെങ്കിലും ആ ഒരു പോസ്റ്റിലേക്ക് നിയമിക്കാനാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അതവിടെ നിൽക്കട്ടെ. അതവരുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സ്, ആ ഇൻറ്റേർണൽ പൊളിറ്റിക്സിനെ കുറിച്ചല്ല നമുക്കിവിടെ സംസാരിക്കാനുള്ളത്. വയോജന വകുപ്പ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഒരു വയോജന വകുപ്പ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വയോജന വകുപ്പ് ഉണ്ടാക്കി ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ ചെയ്യാനുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്ന സമയത്ത് ഇപ്പോൾ ഓർമ്മക്കുറവുള്ള, നടക്കാൻ സാധിക്കാത്ത ഒരാളെ വയോജന കമ്മീഷൻ്റെ അധ്യക്ഷനാക്കും എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഒരു മാധ്യമങ്ങളും അതിനെ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. ഇതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണപരിഷ്കാര കമ്മീഷൻ ആയിക്കൊള്ളട്ടെ, വയോജന കമ്മീഷൻ ആയിക്കൊള്ളട്ടെ, ഇത് എന്തായെന്ന് പറഞ്ഞാലും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നവരെയാണ് അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യേണ്ടത്. കാരണം PJ ജോസഫ് സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട്, എത്ര വർഷം MLA ആയിട്ടിരുന്നിട്ടുണ്ട്, ഇതിൻ്റെ എല്ലാം പെൻഷനുണ്ട്. ഇതെല്ലാം ഈ നാട്ടുകാരുടെ നികുതിപ്പണം കൊണ്ടല്ലേ ആസ്വദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി കുറച്ച് നാൾ റെസ്റ്റ് എടുക്ക്. എങ്ങനെയെങ്കിലും ഒരു ക്യാബിനറ്റ് റാങ്ക് മതി എന്നൊരാഗ്രഹം. അല്ല, അങ്ങനത്തെ ക്യാബിനറ്റ് റാങ്ക് കൊടുക്കേണ്ട ഇതെന്താ ആരുടെയെങ്കിലും തറവാട്ട് സ്വത്തോ? ഇത് കേരളത്തിലെ പൊതുജനങ്ങളുടെ പൈസയല്ലേ? ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശൻ എന്ന വ്യക്തി ഇരിക്കുന്ന അത്രയും കാലമെങ്കിലും ഈ പറഞ്ഞ PJ ജോസഫ് സാറിന് ഈ പറഞ്ഞ ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം PJ ജോസഫിൻ്റെ പാർട്ടിക്കാർ മുഖ്യമന്ത്രിയുടെ അടുത്താണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവകാശവാദം മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ അത് പ്രാബല്യത്തിൽ വരാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുകൂടാതെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന് ഇപ്രാവശ്യം മൃഗീയമായിട്ടുള്ളൊരു ഭൂരിപക്ഷമുണ്ട്, വളരെ മൃഗീയമായൊരു ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ അങ്ങനെ മൃഗീയമായ ഒരു ഭൂരിപക്ഷത്തിൽ കോൺഗ്രസും UDF നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ജോസഫ് ഗ്രൂപ്പിനെയൊക്കെ സംബന്ധിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ അത് വാങ്ങിച്ച് അടങ്ങി ഒതുങ്ങി ഇരിക്കുക എന്നൊക്കെ ഉള്ളൂ. ഇപ്പൊ തന്നെ 3 ക്യാബിനറ്റ് റാങ്ക് പാർട്ടിക്ക് ഉണ്ട്. 2 ക്യാബിനറ്റ് റാങ്ക് ഉണ്ട്. ഈ 2 കൂടി അവകാശപ്പെടാൻ മാത്രം അതിനുള്ള ഒരു സംവിധാനമൊന്നും ഇല്ലല്ലോ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ തൊടുപുഴയൊക്കെ കടുത്തുരുത്തിയൊക്കെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു UDF തരംഗത്തിൽ കയറി പോകുന്നതാണ്, അല്ലാണ്ട് അവരുടെ പാർട്ടിയുടെ ശക്തി കൊണ്ട് കയറി പോകുന്നതല്ല. നമ്മളിപ്പോഴും അതിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ പാർട്ടിയുടെ ശക്തി കൊണ്ടൊന്നും കയറി പോകുന്നേക്കുന്നല്ല. അപ്പോൾ അതിനനുസരിച്ച് ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ളൊരു കാൽക്കുലേഷൻ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം പെരുമാറത്തുള്ളൂ. ഇപ്പോൾ 91ഓളം കോർപ്പറേഷൻ ബോർഡുകളുണ്ട്. അതിനകത്തൊന്നും വലിയ പ്രതീക്ഷകളാണ്, 10-12 ഒക്കെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഇരിക്കുന്നത്. അത്രയൊന്നും കിട്ടില്ല. ഒരു 5-6 ഒക്കെ കിട്ടിയാലായി. അതിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിക്കത്തില്ല. കാരണം മുസ്ലിം ലീഗിന് കൊടുക്കണം. അതുകൂടാണ്ട് തന്നെ മറ്റു പല ഘടകകക്ഷികളുണ്ട്, ഒരുപാട് ഘടകകക്ഷികളുണ്ട്.
ഈ ഘടകകക്ഷികൾക്കൊക്കെ കൊടുക്കണം. ഇതിനകത്ത് ഈ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഘടകകക്ഷികളുടെ ആണെങ്കിലും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ആണെങ്കിലും മുസ്ലിം ലീഗിൻ്റെ ആണെങ്കിലും വലിയ രീതിയിലുള്ള ക്ലിയറൻസുകൾ മുഖ്യമന്ത്രി നോക്കുന്നുണ്ട്. ഇവരുടെ പ്രീവിയസ് ഹിസ്റ്ററി എന്താണ്, അപ്പോൾ നൽകുന്ന ആളുകളുടെ പേര്, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ളൊരു ധാരണ വരുത്തി എല്ലാം ക്ലീൻ ആണെങ്കിൽ മാത്രമേ ഒരു അപ്പോയിൻമെൻറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതകളുള്ളൂ. വളരെ വലിയ രീതിയിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ മുൻപോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമയം തീർച്ചയായിട്ടും. കാരണം ഒരു ആരോപണം വരാൻ പാടില്ല എന്നുള്ള കർക്കശമായൊരു തീരുമാനം മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില താമസങ്ങൾ വരുന്നത് എന്ന് കരുതിയിട്ട് ഇപ്പം മറ്റേ ഫോർവേഡ് ബ്ലോക്കിൻ്റെ ജി ദേവരാജിനെ ഡൽഹിയുടെ പ്രതിനിധിയാക്കണം എന്നൊരാവശ്യം അവർ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഒരു കാരണവശാലാക്കില്ല. ഇത് പല കോൺഗ്രസ് നേതാക്കന്മാരോട് സംസാരിക്കുന്ന സമയത്തൊക്കെ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇതെന്താ തമാശകളിയോ, ഇതൊരു തമാശകളി എന്നല്ലോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം കെ വി തോമസിനെ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ സർക്കാർ വെച്ചു, അതിനു മുമ്പ് എ സമ്പത്തിനെ വെച്ചു. ഇതെന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായിട്ട് ഡൽഹി ബന്ധങ്ങളുള്ളവരും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്. കെ വി തോമസ് മാഷിനെയൊക്കെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള അഭേദ്യമായൊരു ബന്ധം, ആ ബന്ധത്തിനൊക്കെ അനുസരിച്ചിട്ടാണ് അദ്ദേഹത്തെ കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഡൽഹിയിൽ നിയമിച്ചിരുന്നത്. അതേമാതിരിയുള്ള ബന്ധങ്ങളോ കാര്യങ്ങളൊക്കെ ജി ദേവരാജനുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും? അദ്ദേഹം സംഘടനാ പ്രവർത്തനമാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല വെക്കാനായിട്ടുള്ള യാതൊരുവിധ സാധ്യതകളും കാണുന്നില്ല. അത് കൂടാതെ തന്നെ ഒരു കോർപ്പറേഷന് വേണ്ടിയിട്ട്, ഒരു ബോർഡിന് വേണ്ടിയിട്ട് കോൺഗ്രസിനകത്ത് തന്നെ ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ നിൽക്കുവാണ്. ഇഷ്ടംപോലെ ആളുകൾ, അതായത് അർഹരായിട്ടുള്ള ആളുകൾ. കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കാതെ സീറ്റ് ലഭിക്കാതെ വന്ന ആളുകൾക്ക് ഹൈക്കമാൻഡ് തന്നെ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തന്നെ കണ്ടേക്കുന്നതാണ്. ശ്രീ AICC ജനറൽ സെക്രട്ടറിയുള്ള ശ്രീ KC വേണുഗോപാൽ വിജയ് ഇന്ദുചൂടനെയും അതോടൊപ്പം തന്നെ പുനലൂർ വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്ന ആളെയൊക്കെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്നു. നിങ്ങൾക്ക് അവസരം നിങ്ങളുടെ നഷ്ടപ്പെടത്തില്ല, നിങ്ങൾക്ക് അവസരമുണ്ട് എന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച് ഉറപ്പ് കൊടുത്തേക്കുന്നത്. ആ ഉറപ്പൊക്കെ ഉറപ്പായിട്ടും പാലിക്കപ്പെടും. അപ്പോൾ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ആളുകളുള്ളപ്പോൾ ഇപ്പോൾ വയോജന കമ്മീഷൻ അധ്യക്ഷനായിട്ട് ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് അവർ അർഹിക്കാത്തതാണ്. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ രണ്ട് ക്യാബിനറ്റ് റാങ്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് ഇടയാക്കുമെന്നുള്ളതാണ്. അതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർ പറയുകയും VS അച്യുതാനന്ദനൊപ്പം കൊടുത്തില്ലെന്ന് പറയും. VS അച്യുതാനന്ദനും PJ ജോസഫ് സാറും ഒക്കെ ഒരേ രീതിയിൽ അളക്കാൻ വേണ്ടി സാധിക്കുമോ? അത് കൂടാതെ തന്നെ അദ്ദേഹം അവസാന നാളുകളിൽ എനിക്കൊന്ന് രാജിവെച്ചോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏതൊക്കെയാലും അദ്ദേഹത്തിനൊരു പദവി എന്നുള്ള രീതി നൽകി, അതിനോട് തന്നെ നമുക്ക് വിയോജിപ്പുകളുണ്ട്. അതുകൂടാണ്ട് ഭരണ പരിഷ്കാര കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ള രണ്ടാമത്തെ ഒരു ചോദ്യമായിട്ട് ഇവിടെ നിൽക്കുന്നു. ഈ സർക്കാരിൻ്റെ ഖജനാവ് കാലിയാവുന്ന രീതിയിലുള്ള ക്യാബിനറ്റ് റാങ്കുകളൊക്കെ സൃഷ്ടിക്കപ്പെടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. അതിപ്പോൾ കേരള കോൺഗ്രസ് ജോസഫിനാണെങ്കിലും മറ്റേത് ഘടകകക്ഷിക്കാണെങ്കിലും അർഹരായവർക്ക് മാത്രം സ്ഥാനങ്ങൾ നൽകുക എന്ന നിലപാടിലേക്കാണ് UDF നീങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ PJ ജോസഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് രാഷ്ട്രീയത്തിൽ നിന്നവർക്ക് വീണ്ടും ഇങ്ങനെ അധികാരക്കൊതി കാണിക്കുന്നതിനോടുള്ളൊരു എതിർപ്പ് ഇപ്പം ഇവിടെ നമുക്ക് കാണാമല്ലോ. സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തെല്ലാമാണ് എഴുതി വിടുന്ന ആളുകൾ, എന്തെല്ലാം എഴുതി വിടുന്നു. അത് കോൺഗ്രസ്സുകാർ തന്നെയാണ് ചെയ്യുന്നത്. കാരണം കോൺഗ്രസ്സിൽ അർഹരായിട്ടുള്ള ആളുകളുണ്ടെന്നേ. ഈ കഴിഞ്ഞ 10 വർഷം എടുത്തു വെച്ചൊന്ന് പരിശോധിക്കുക. ഇപ്പോൾ ഈ അധികാരത്തിലെത്തിയതിനു ശേഷം ഓരോ ആളുകളും കിടന്ന് ഭയങ്കര അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവർ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തങ്ങൾ ഈ ഒരു UDF സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇവിടെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പിള്ളേരാണ് ഇവിടെ കിടന്ന് തല്ലുകൊണ്ടിട്ടുള്ളത്. ആ കൂട്ടത്തിൽ യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെ ഒക്കെ പിള്ളേർ തല്ലുകൊണ്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വേറെ ഏത് ഘടകകക്ഷിയുടെ ആളുകളാണ് തല്ലുകൊണ്ടിട്ടുള്ളത്? എനിക്കൊന്ന് RYFൻ്റെ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് ഉണ്ടായിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് വേറെ ഏത് പാർട്ടിയുടെയാണ് ഉണ്ടായിട്ടുള്ളത്? ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഈ സർക്കാരിനെതിരെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് എങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ? അത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താലും പത്രക്കാർ ഇടാറില്ല. അത് വേറെ ചെയ്തിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. വലിയ കർഷക സ്നേഹവും കർഷക പ്രേമവും ഒക്കെ പറയുന്നുണ്ടല്ലോ. കർഷകർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന ജോസഫ് ഗ്രൂപ്പ് നടത്തിയിരിക്കുന്ന ഒരു സമരം, അല്ലെങ്കിൽ ഫോർവേഡ് ബ്ലോക്ക് നടത്തിയിരിക്കുന്ന സമരം, അതല്ലെങ്കിൽ മറ്റ് കേരള കോൺഗ്രസ് അനൂപ് ജേക്കബിൻ്റെ പാർട്ടി നടത്തിയിരിക്കുന്ന സമരം, CMP കൃത്യമായിട്ട് അദ്ദേഹം ഒരു സാന്നിധ്യമായിട്ടുണ്ടായിരുന്നു. CP ജോൺ UDFൻ്റെ ഒരു ഫേസ് ആയിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് UDFൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. എന്നാൽ മറിച്ച് ആർക്ക് അവകാശവാദം ഉന്നയിക്കാൻ പറ്റും? ഈ സർക്കാർ അധികാരത്തിൽ വന്നത് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും ഈ പറഞ്ഞ എന്താ പറയുക, പിന്നീട് അതിനകത്ത് ഈ സർക്കാർ അധികാരത്തിൽ വന്നത് ഏറ്റവും കൂടുതൽ പങ്കെടുത്തത് PV അൻവറാണ്. PV അൻവറാണ് ഇവിടെ അങ്ങനത്തെ ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുത്തത്. അതായത് പിണറായിസം, മരുമോനിസം എന്നൊക്കെ പറഞ്ഞു പിണറായി വിജയൻ ഒരു വില്ലനാക്കി ചിത്രീകരിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് PV അൻവറാണ്. PV അൻവർ പോലും ഇപ്പം ഇടതുപക്ഷ നിലപാടുകളിലേക്ക് അടുക്കുന്നു എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കാരണം UDF രാഷ്ട്രീയത്തോട് അദ്ദേഹത്തിന് ഒരു വെറുപ്പാണ് ഇപ്പോൾ ഉള്ളത്.
ആ വെറുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വീണ്ടും ഇടതുപക്ഷത്തോട് അടുക്കുന്ന ഒരു മാനസിക നിലയിലേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നു. കടുത്ത വിമർശനങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. ഇതൊക്കെ തുടക്കം മാത്രമാണ്. അതിന് എരുതിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന മാതിരി പ്രവീൺ കുമാർ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവന ഇറക്കി. ഇന്ന് KPCC ജനറൽ സെക്രട്ടറി PM നവാസ് അതിനെതിരെ പ്രസ്താവനയുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഇത് ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരുപക്ഷെ ഈ പറഞ്ഞ PV അൻവർ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് UDF സർക്കാരിനെ വിമർശിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും. അദ്ദേഹം എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ സ്വീകരിക്കുമോ ഇതൊന്നും നമുക്കറിഞ്ഞുകൂടാ. അതോ രാജ്യസഭയിലേക്കുള്ളൊരു സീറ്റായിരിക്കുമോ അദ്ദേഹം ആവശ്യപ്പെടാൻ വേണ്ടി പോകുന്നത്? അർഹനാണ് അദ്ദേഹം, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അദ്ദേഹം രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടും. കോർപ്പറേഷനിലൊന്നും ആവശ്യപ്പെടാൻ സാധ്യതയില്ല, രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. 4.5 വർഷത്തേക്ക് 4 വർഷത്തേക്ക് രാജ്യസഭാ സീറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലേക്ക് പോകും. ഇതിനൊക്കെയാണ് സാധ്യതകളുള്ളത്. അപ്പോൾ PJ ജോസഫ് സാറിന് ക്യാബിനറ്റ് റാങ്ക് കിട്ടും എന്നുള്ളത് പത്രമാധ്യമങ്ങളുടെ വെറും സൃഷ്ടി മാത്രമാണ്. കേരള കോൺഗ്രസ് ജോസഫിനെ സംബന്ധിച്ചിട്ട് അവർക്ക് വലിയ ആഗ്രഹമുണ്ട്, ഒരു ക്യാബിനറ്റ് പദവി കൂടി തങ്ങൾക്ക് വേണം, അത്രയും കൂടി സ്റ്റാഫിനെ അതിനകത്ത് ആഡ് ചെയ്യാം, അതിന് ആ നിയമനത്തിനും കൂടെ കാശ് മേടിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളുണ്ട്. ഈ എല്ലാം വലിയ കച്ചവടങ്ങളാണല്ലോ. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും പ്രശ്നങ്ങളായിട്ട് തന്നെ അവിടെ നിലനിൽക്കുകയും, എന്നാൽ അധികാരത്തിലെത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ കോൺഗ്രസിനകത്ത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ ബേസിൽ നിൽക്കുന്ന പ്രവർത്തകർക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്നുണ്ടോ? ഈ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടുന്നുണ്ടോ? അതുപോലെ തന്നെ ഇത്തരം ഘടകകക്ഷികളിൽ പുതുമുഖങ്ങൾക്ക് യാതൊരു അവസരമില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഘടകകക്ഷികളിൽ എന്ത് പുതുമുഖം? ആകെപ്പാടെ വിരലുണ്ടാവുന്ന ഒരു ഓട്ടോറിക്ഷ കയറ്റാനുള്ള ആളുകൾ എല്ലാ ഘടകകക്ഷികൾക്കകത്തും ഉള്ളൂ. ഇന്നത്തെ പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, പിന്നെ കുറച്ച് കേരള കോൺഗ്രസ്, പിന്നെ RSPക്ക് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല. അതിനകത്തൊക്കെ ആളുകളുള്ള പ്രവർത്തകരുള്ളതാണ്. പിന്നീട് ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ പോകുന്ന CMP. ഇതിനപ്പുറത്തേക്ക് ആരെയാണ് പിന്നെ അതിനകത്ത് നമുക്ക്? അതൊക്കെ UDFൻ്റെ കാര്യം. പക്ഷേ ഇവിടെ ജനങ്ങളെ ബാധിക്കുന്നൊരു പ്രശ്നമുണ്ട്. കാരണം വയോജന വകുപ്പ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു ഡ്രീം പദ്ധതിയാണ്. അപ്പോൾ ആ ഡ്രീം പദ്ധതിയുടെ വയോജന കമ്മീഷൻ ആയിട്ട് വരുന്ന സമയത്ത് വയോജന കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ടൊക്കെ കുറച്ച് കഴിവുള്ള ആളുകളാണ് വെക്കേണ്ടത്. എത്രയോ അതിന് അനുയോജ്യരായിട്ടുള്ള ആളുകളുണ്ട്. MM ഹസനുണ്ട്, അദ്ദേഹത്തിന് ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ എത്ര നേതാക്കൾ, ഒന്നിലേലും PJ കുര്യനുണ്ട്, എത്രയോ നേതാക്കന്മാരുണ്ട്. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ പറയുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക്, മധ്യവയസ്കരായിട്ടുള്ള ആളുകൾക്കാണ് കൂടുതലായിട്ട് അവസരങ്ങൾ നൽകേണ്ടത്. ഇവരെല്ലാവരും നേരത്തെ MP മാരായിട്ടുള്ള ആളുകളാണ്, MLA മാരായിട്ടുള്ള ആളുകളാണ്, മന്ത്രിമാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ പതുക്കെ മാറ്റി നിർത്തിയതിന് ശേഷം പുതിയതായിട്ടുള്ള, അതായത് യൂത്ത് കോൺഗ്രസിന് വേണ്ടിയിട്ട് ശക്തമായി പണിയെടുത്തിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസിന് വേണ്ടി ശക്തമായി പണിയെടുത്തിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെയാണ് അംഗീകാരം കൊടുക്കേണ്ടത്. മറിച്ച് ഒരു പ്രാവശ്യം MLA ആയി, വീണ്ടും മത്സരിച്ചു, തോറ്റുപോയി, ആ ആളെ തന്നെ പിടിച്ചിട്ട് അടുത്ത ഒരു ബോർഡിൻ്റെയോ കോർപ്പറേഷൻ്റെയോ ചെയർമാനാക്കി വയ്ക്കുക, അല്ലെങ്കിൽ ഭരണപരിഷ്കാര കമ്മീഷനാക്കി വയ്ക്കുക, അല്ലെങ്കിൽ വയോജന കമ്മീഷനാക്കി വയ്ക്കുക, മുന്നോക്ക കമ്മീഷനാക്കി വയ്ക്കുക, പിന്നോക്ക കമ്മീഷനാക്കി വയ്ക്കുക. ഇതൊക്കെ ഒരു മര്യാദകേടാണ്. അതായത് പാർട്ടിയുടെ പ്രവർത്തകരോട് കാണിക്കുന്ന ഒരു നീതികേടാണ്. അതുകൊണ്ട് ജോസഫ് ഗ്രൂപ്പിന് ഏതൊക്കെയായാലും ഒരു ക്യാബിനറ്റ് പദവി പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു 5 or 6 ബോർഡ് അല്ലെങ്കിൽ കോർപ്പറേഷൻ കിട്ടും. ഇവർ പ്രതീക്ഷിക്കുന്ന മാതിരി 15, 20, 12 എന്നൊക്കെ പറയുന്നത് ഒരു കാരണവശാലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പടമുള്ള 91 ബോർഡും കോർപ്പറേഷനും ഉള്ളത്. അതിനകത്ത് മുസ്ലിം ലീഗിന് അങ്ങനെ പോയാലും ഒരു 20 മുകളിൽ കൊടുക്കേണ്ടി വരും. ബാക്കി എല്ലാ ഘടകകക്ഷികൾക്കും കൂടെ കൂടിയിട്ട് ഒരു പക്ഷേ ഒരു 10, 15 ബാക്കി എല്ലാ ഘടകകക്ഷികൾക്കും കൂടെ കൂടി കിട്ടിയേക്കാം. അത് 35. ബാക്കി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10, 46 വരുന്നത്. ഈ 46 കോർപ്പറേഷൻ്റെയും ബോർഡിൻ്റെയും ചെയർമാൻ സ്ഥാനത്തിന് വേണ്ടി ഒരു 4600 ആളുകൾ കോൺഗ്രസിനകത്തും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് സ്വപ്നങ്ങൾ മാത്രമാണ് ജോസഫ് ഗ്രൂപ്പിന്, അല്ലെങ്കിൽ PJ ജോസഫ് സാറിന് ഒരു ക്യാബിനറ്റ് റാങ്ക് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്.